എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കൈരളി ടി വിയുടെ ഒരു ജ്വാല അവാർഡിനായിട്ട് എന്നെയും തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. അതും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക സെലക്ട് ചെയ്തൊരു അവാർഡാണോ എന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്താ അത്ഭുതമാണോ എന്താ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരിയേറെ മധുരമുള്ളതായിട്ട് എനിക്കത് തോന്നി. അതോടൊപ്പം ഞങ്ങളെ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോരുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ ചേർത്ത് നിർത്തി പ്രോത്സാഹനം തരുന്ന കൈരളി ടി വിക്കും മമ്മൂക്കയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വയനാട്ടിൽ എൻ്റെ മോൻ്റെ ഒരു തിരുമ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ദിവസം അവിടെ താമസിച്ച ഒരു ദിവസം ഞങ്ങൾ മോനെയും കൊണ്ട് വൈകുന്നേരം ഒരു സിനിമ കാണാനായിട്ട് മാനന്തവാടി പോയി. അവിടെ അന്ന് ഓടിക്കൊണ്ടിരുന്നത് അണ്ണൻ തമ്പി എന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ ആദ്യം മമ്മൂക്ക സ്ക്രീനിലേക്ക് ഒരു ലോറിയിൽ വരുന്ന ഭാഗം കണ്ടിട്ട് എൻ്റെ മോന് അന്ന് തിരുമിയ വേദന എല്ലാം എടുത്ത് വിഷമിച്ചിരുന്ന അവൻ്റെ എല്ലാ വേദനകളും മറന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് സന്തോഷത്തോടെ മടിയിലിരുന്ന് തുള്ളിച്ചാടുകയായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന ഒരിക്കലും കരുതിയിരുന്നതല്ല. ഒത്തിരിയേറെ സന്തോഷമാണ്. അതുപോലെ ഇപ്പോഴും അവൻ ടി വിയിൽ ഈ മായാവിയും തുരുപ്പുകുലാനും അണ്ണൻ തമ്പിയൊക്കെ കാണുമ്പോൾ വീണ്ടും അത് സന്തോഷമായിട്ട് കാണുന്നത് എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മോൻ്റെ അസുഖവും പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കുറയാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ വിഷമങ്ങളെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചത്. അത് ദൈവം തുറന്നു വന്ന വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞാനുണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ കൂടുതൽ ഭാഗവും ഒരു പള്ളികളിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള നേർച്ചയപ്പമായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ വീട്ടിൽ അടുക്കളയിൽ തുടങ്ങിയ ഒരു സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയ അപ്പൂസ് ഫുഡ്സ് എന്ന യൂണിറ്റ് ഇപ്പോൾ തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ വീട്ടമ്മമാരായ 32ഓളം വനിതകൾ ജോലി ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. എൻ്റെ കമ്പനിയുടെ എല്ലാ വിജയവും എൻ്റെ കൂട്ടുകാരായ സ്റ്റാഫാണ്. അവർ കുറേ പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ പറ്റണം എന്ന എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എന്നോട് ചേർന്ന് നിൽക്കുന്ന അവരെ കൂടുതൽ ശക്തീകരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്വയം പര്യാപ്തതയിൽ എത്തിക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ കൊടുക്കുന്ന സാലറിയിൽ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ച് അവരെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആക്കി സൂക്ഷിക്കാനായിട്ട് പഠിപ്പിച്ചു. അത് നല്ലൊരു തുകയായിട്ട് തിരിച്ച് കുറച്ച് നാൾക്ക് ശേഷം അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് അവർ ഗോൾഡ് മേടിക്കാനായിട്ടും വീടിൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നതും അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റൊക്കെ ആക്കി മാറ്റുന്നത് കാണുമ്പം ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. അതുപോലെ ഞാൻ നേരത്തെ കാർ ഓടിക്കുമായിരുന്നു. അതുപോലെ അത് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഡ്രൈവിംഗ് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇവരെയും ആ നല്ല രീതിയിൽ മുന്നോട്ട് ഇന്നെപ്പോലെ തന്നെ ആക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഞാനിവരോട് പറഞ്ഞു കൊടുത്ത് ഇപ്പം ഇവർ പലരും ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരായ അവർ കുറച്ച് പേര് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴൊരു സഹായം ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴാണേലും എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണേലോ എന്തെങ്കിലും പോകണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാർ അജിയുടെ എൻ്റെയും സ്നേഹസമ്പന്നരായ വീട്ടുകാർ എപ്പോഴും ഏതാവശ്യത്തിനും ഓടി ഞങ്ങളോട് എത്താറുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തളർന്നു പോകുന്ന പല അവസരങ്ങളിലും എനിക്ക് താങ്ങായി നിന്ന് എന്നെ കൈ ചേർത്ത് പിടിച്ച് എന്നെയും മോനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയതും ഇന്ന് എന്നെ ഞാനാക്കി മാറ്റിയത് ഇന്ന് ഈ വേദിയിൽ വരെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എൻ്റെ ഹസ്ബൻഡ് അജിയുടെ പരിപൂർണ പിന്തുണ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായ മമ്മൂക്കയുടെ ഈ അവാർഡ് ഞാൻ എൻ്റെ എല്ലാമായ അജിക്കും മോനും സമർപ്പിക്കുകയാണ്. താങ്ക് യു കൈരളി ടി വി ആൻഡ് താങ്ക് യു മമ്മൂക്ക.